ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പെഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. പെഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:5 മുതൽ 2:52 വരെ യേശുവിൻ്റെ ബാല്യകാല സുവിശേഷമാണെന്ന് നാം മനസ്സിലാക്കി. 3:1 മുതൽ 4:13 വരെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് 4:14 മുതൽ 9:50 വരെ യേശുവിൻ്റെ ഗലീലിയൻ മിനിസ്ട്രി, ഗലീലയിലും പരിസര പ്രദേശത്തുമുള്ള യേശുവിൻ്റെ സുവിശേഷ ശുശ്രൂഷ, ദൈവരാജ്യ പ്രഘോഷണം. ലൂക്കായുടെ സുവിശേഷം 9:51 മുതൽ 19:46 വരെ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള തീർത്ഥാടനം. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് 9:51 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ സമരിയാക്കാർ യേശുവിനെ തിരസ്കരിക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ്. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. നിശ്ചയദാർഢ്യത്തോടെ അവൻ ജെറുസലേമിലേക്ക് മുഖം തിരിക്കുകയാണ്. അവിടുത്തെ ലക്ഷ്യം ജെറുസലേം. ജെറുസലേമിൽ പൂർത്തിയാകേണ്ട ദൈവനിശ്ചിത ലക്ഷ്യം, തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും, അതുവഴി ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം. ഈ ലക്ഷ്യം സദാ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു യാത്ര ചെയ്തിരുന്നത്. 52-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തനിക്കു മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. എന്തിനാണ്? യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. അവൻ്റെ സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ മുൻകൂട്ടി അങ്ങോട്ടയച്ചു, ജെറുസലേമിലേക്ക്. പക്ഷേ അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് സമറിയാക്കാർ അവനെ സ്വീകരിച്ചില്ല. സമറിയാക്കാരെ ജെറുസലേമിൽ പ്രവേശിക്കാൻ യഹൂദരനുവദിക്കുന്നില്ല. ജെറുസലേമിൽ അവർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ സമറിയാക്കാർ ജെറുസലേമിലേക്ക് പോകുന്നവരെ സ്വീകരിക്കത്തില്ല. യേശു ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് തന്നെ യേശു സമരിയായിലേക്ക് പോകുന്നു. ബിക്കോസ് ഓഫ് ആൻ ഇന്നർ കമ്പൽഷൻ ഹി വാസ് ഫോഴ്സ്ഡ് ടു ഗോ ത്രൂ സമേറിയ. സമേറിയയിലൂടെ പോകാൻ അവൻ നിർബന്ധിതനായി, ദൈവത്താൽ നിർബന്ധിതനായി, ആന്തരികമായി ദൈവാത്മാവിനാൽ പ്രചോദിതനായി യേശു സമരിയായിലേക്ക് പോയി. അവിടെ നമുക്കറിയാം സമരിയാക്കാരിയുമായുള്ള യേശുവിൻ്റെ കണ്ടുമുട്ടലും സമരിയാക്കാർ മുഴുവൻ യേശുവിൽ വിശ്വസിക്കാൻ, സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിക്കാൻ ഇടയായി. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യം യേശുവിന് തിരസ്കരണമാണ് കിട്ടുന്നത് സമരിയായിൽ നിന്ന്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗമായ അല്ലെങ്കിൽ 2-ാം വാല്യമായ അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ സമരിയായിൽ ഫലപ്രദമായി സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുന്നതായി പറയുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ സമരിയായിൽ ഫലപ്രദമായി വിജയപ്രദമാം വിധം തന്നെ സുവിശേഷ ശുശ്രൂഷ നിർവഹിച്ചതായി അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സുവിശേഷത്തിൽ നമ്മളിവിടെ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിൽ തന്നെ സമരിയാക്കാരുടെ തിരസ്കരണം, ഇത് ജെറുസലേമിൽ സ്വന്തം ജനത്തിൽ നിന്ന് കർത്താവിന് ലഭിക്കാനിരിക്കുന്ന റിജക്ഷനെ, തിരസ്കരണത്തെ
മുൻകൂട്ടി അറിയിക്കുകയുമാണ്. ജെറുസലേമിൽ യേശുവിന് ലഭിക്കാനിരിക്കുന്ന തിരസ്കരണത്തിന്റെ ഒരു മുൻ സൂചനയാണിത്. സമരിയാക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ അതുവഴി പോകാൻ അനുവദിക്കാത്തതുകൊണ്ടും യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ടും ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ അങ്ങ് നശിപ്പിച്ചു കളയട്ടെ എന്ന്. യഥാർത്ഥത്തിൽ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏലിയ അഗ്നി ഇറക്കി നശിപ്പിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. POC ബൈബിളിന്റെ അടിക്കുറിപ്പില് കൊടുത്തിട്ടുമുണ്ട്, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറയട്ടെ എന്ന്. ഏലിയ ചെയ്തതുപോലെ, ഏലിയ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറയട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. ഏലിയ ചെയ്തതുപോലെ എന്ന് തന്നെ ചില കയ്യെഴുത്ത് പ്രതികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടില്ല. അവർ ചോദിച്ചത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടോ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ എല്ലാവരെയും നശിപ്പിച്ചു കളയട്ടെ എന്ന് ഞങ്ങൾ പറയട്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കാൻ പറയട്ടെ എന്നാണ് ചോദിക്കുന്നത്. കർത്താവിന്റെ മറുപടി ശ്രദ്ധിക്കുക. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. തിരിഞ്ഞ് ശാസിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു അവരുടെ മുൻപേ പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ജോണിന്റെ സുവിശേഷത്തിലും യേശു മുൻപേ കുതിക്കുകയായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെയും യേശു മുൻപേ പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവര് ചോദിച്ചപ്പോൾ യേശു തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ശാസിച്ചു. എന്താണ് ശാസിച്ചത്? കർത്താവ് എന്തു പറഞ്ഞു എന്നിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമരിയായിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അവർ മറ്റൊരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോയി. ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് ഗ്രാമങ്ങളിലും അവർ കടന്നു പോകുന്ന പ്രദേശങ്ങളിലുമെല്ലാം സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ സമരിയായിലൂടെ പോകാൻ സാധിച്ചില്ല. മറ്റൊരു ഗ്രാമത്തിലൂടെ അവർ പോയി. 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ കുറിച്ച് പറയുകയാണ്. ശിഷ്യത്വം, ക്രിസ്തു ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ കുറിച്ച്. ശിഷ്യത്വം എളുപ്പമാർഗത്തിലൂടെയുള്ള ഒരു വഴിയല്ല. ആ പാതയിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. വളരെയേറെ ത്യാഗപൂർണമായ ഒരു യാത്രയാണ് ശിഷ്യത്വത്തിന്റെ പാത. ലൂക്ക ഈ 57 മുതൽ 62 വരെയുള്ള ഭാഗങ്ങളിൽ 3 ശിഷ്യരുടെ മാതൃകകൾ എടുത്തു കാട്ടിയിട്ടുണ്ട്. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടി 3 മാതൃകകൾ എടുത്തു കാട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതും അവസാനത്തേതും യേശുവിനെ അനുഗമിക്കാൻ നേരിട്ട് വന്നവർ. രണ്ടാമത് പറഞ്ഞേക്കുന്നത് യേശു വിളിച്ചവൻ. ആദ്യത്തെ ആൾ 57 മുതലുള്ള വാക്യങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ യേശുവിന്റെ പിന്നാലെ ചെന്നു. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ് അവൻ യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശു അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെയോ യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല.
യാതൊരു സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കാത്ത ക്ലേശപൂർണമായ ഒരു മാർഗമാണ് ഈ മനുഷ്യപുത്രന്റെ വഴി. അവന് തല ചായ്ക്കാൻ ഇടം പോലുമില്ല. പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, കുറുനരികൾക്കും മാളങ്ങളുണ്ട്, ആകാശ പറവകൾക്ക് കൂടുകളുമുണ്ട്. പക്ഷെ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ശരിയാ, സർവലോകത്തിൻ്റെയും നാഥൻ തല ചായ്ക്കാൻ ഇടമില്ലാതെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നായിരുന്നു അവൻ തൻ്റെ പ്രാണൻ വെടിഞ്ഞത്. അത് യേശു മുൻകൂട്ടി അറിയിക്കുകയാണ്. ഏറ്റവും നിസ്സാരമായ ജീവികൾക്ക്, കുറുനരികള്, പക്ഷികള്, ഇവയ്ക്കൊക്കെ മാളങ്ങളും കൂടുകളുമുണ്ട്. മനുഷ്യപുത്രന് ഒന്ന് തല ചായ്ക്കാനൊരിടം പോലുമില്ല. ഇത്രയും സുരക്ഷിതത്വമില്ലാത്ത, യാതൊന്നുമില്ലാത്ത ഒരുവന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ, അവന്റെ പിന്നാലെ പോകാൻ സാധിക്കുമോ? അപ്പൊ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത വഴിയാധാരമായ ജീവിതമാണ് യേശുവിൻ്റെ, അല്ലേ? വഴിയാധാരമായ ജീവിതം. ഈ വഴിയാധാരമായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവിനെ അനുഗമിച്ചവനോട് പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യത്വത്തിൻ്റെ പാത എളുപ്പമല്ല. ഒന്നുമില്ല, ആരുമില്ല, വഴിയാധാരമായി തീരണം. നിസ്സാരമായ ഈ കുറുനരികൾക്കും പക്ഷികൾക്കും ലഭിക്കുന്ന സുരക്ഷിതത്വം പോലും ഈ മനുഷ്യപുത്രന് ഇല്ല. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം വഴിയാധാരമാകാൻ നീ തയ്യാറാണോ എന്നാണ് ആ ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ മറുപടി ഒന്നും പറഞ്ഞതായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവൻ പിന്തിരിഞ്ഞു പോയി കാണും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു വന്നവനാണ്. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ ആ സുരക്ഷിതത്വം നമുക്കും കിട്ടുമെന്ന് വിചാരിച്ചു കാണും. പക്ഷേ അതൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പോയി കാണും. അടുത്ത രണ്ടാമതായിട്ട് യേശു വഴിയിൽ കണ്ട ഒരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. യേശു വിളിക്കുകയായിരുന്നു അവനെ. യേശുവിനെ അനുഗമിക്കാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വരാം, പക്ഷെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. എൻ്റെ പിതാവ് മരിച്ചുപോയി, അവനെ പോയി സംസ്കരിച്ചിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു മറുപടി പറഞ്ഞത് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. യേശു അല്പം പോലും അനുകമ്പയും മനുഷ്യത്വവും ഇല്ലാതെ സംസാരിക്കുകയല്ലേ? മരിച്ച പിതാവിനെ സംസ്കരിക്കേണ്ടെന്ന് ആര് പറയും? മരിച്ച പിതാവിനെ സംസ്കരിക്കുക അനിവാര്യമാണ്. തീർച്ചയായും അത് അനിവാര്യമാണ്. യേശു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? പ്രിയമുള്ളവരെ, ഇതിനെ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. അതിൻ്റെ അന്തരാർത്ഥം എന്തെന്ന് മനസ്സിലാക്കുക. മരിച്ച പിതാവിനെ സംസ്കരിക്കുക അത്യാവശ്യമാണ്. അത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഉടനടി നിർവഹിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത്യാവശ്യമായ, ഉടനടി നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. പക്ഷേ കർത്താവ് പറയുകയാണ്, അത് മറ്റുള്ളവർ ചെയ്യട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ച പിതാവിനെ സംസ്കരിക്കുക അനിവാര്യമാണ്. അത് നിർണായകമായ ഒരു കാര്യമാണ്, മാറ്റിവെക്കാവുന്നതല്ല. എന്നാൽ അതിനേക്കാൾ നിർണായകവും പരമപ്രധാനവുമായ കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നത്. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്.
അല്ലാതെ മരിച്ച പിതാവിനെ സംസ്കരിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ച പിതാവിനെ സംസ്കരിക്കുന്നതിനേക്കാൾ എമർജൻസി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണെന്ന്. അടുത്ത മൂന്നാമതൊരുവൻ വന്ന് കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ ഒന്ന് അനുവദിക്കണം. ന്യായമായ ഒരു കാര്യമല്ലേ? അവൻ മനസ്സാവുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു വിളിച്ചില്ല അവൻ അങ്ങോട്ട് എന്ന് പറയുകയാണ്, ഞാൻ വീട്ടിൽ പോയി എല്ലാവരോടും വിട വാങ്ങിക്കൊണ്ട് നിന്റെ പിന്നാലെ വന്ന് നിന്നെ അനുഗമിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല. നമുക്കറിയാം, ഏലീഷായെ ഏലിയ വിളിച്ചപ്പോൾ അവൻ ഒരേ കാള ഉഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ കാളയെ കൊന്ന് വെട്ടി ഇറച്ചി വെച്ചെല്ലാവർക്കും കൊടുത്ത് അത് ആ കലപ്പ വെട്ടിക്കീറി അതുകൊണ്ട് തീ കത്തിച്ചാണ് ഈ കാളയെ വേവിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് വന്നത്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു? അപ്പോൾ കാളയില്ല, കലപ്പയില്ലെങ്കിൽ പിന്നെ ഏലിയായെ അനുഗമിച്ചിട്ട് പിന്നെ തിരിച്ചു വരത്തില്ലല്ലോ. ഇതുപോലെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ എലീഷ ചെയ്തതുപോലെ ചെയ്തിട്ട് വരണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ വിളിച്ചാൽ പിന്നെ നീ പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. വീടും വീട്ടുകാരുമൊന്നുമല്ല പ്രധാനം. അതുകൊണ്ട് വീട്ടുകാരെയെല്ലാം ഉപേക്ഷിക്കണം. അതെ, ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തയിലും എല്ലാത്തിലും പ്രഥമ സ്ഥാനം ദൈവരാജ്യ ശുശ്രൂഷയ്ക്കാണ്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കാണ് പ്രഥമ സ്ഥാനം. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവ് സഭയുടെ പുനരൈക്യ സംബന്ധമായ കാര്യങ്ങൾക്കായി റോമിൽ പോകാൻ റോമിലേക്ക് യാത്ര പുറപ്പെട്ട് ബോംബെയിൽ എത്തിയപ്പോൾ അറിഞ്ഞു, പിതാവിൻ്റെ വത്സല മാതാവ് മരിച്ചുപോയി. ടെലഗ്രാം മെസ്സേജ് ലഭിച്ചപ്പോൾ പിതാവ് തിരിച്ച് മെസ്സേജ് അയച്ചു, സഹോദരങ്ങൾക്ക് നിങ്ങൾ അടക്കിക്കൊള്ളുക, ഞാൻ തിരിച്ചു വരുമ്പോൾ ഖബറിൽ ധൂപം വെച്ച് പ്രാർത്ഥിച്ചോളാം. ഞാൻ തിരിച്ചു വരുമ്പോൾ കല്ലറയിൽ ധൂപം വെച്ച് പ്രാർത്ഥിച്ചോളാം. ഈ മകൻ അമ്മയേക്കാൾ കൂടുതൽ സഭയെ സ്നേഹിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? പെറ്റമ്മയേക്കാൾ കൂടുതൽ സഭയെ സ്നേഹിച്ചു. ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന് ശവസംസ്കാരം നടത്തിയതിന് ശേഷം പോകാമായിരുന്നു. പക്ഷേ പിതാവ് ഇറങ്ങിത്തിരിച്ച വഴി പിന്തിരിഞ്ഞില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ ഖബറിൽ വന്ന് പ്രാർത്ഥിച്ചോളാം. അപ്പൊ ദൈവം പരമേൽപ്പിക്കുന്ന ചുമതലയ്ക്ക്, ദൈവിക കാര്യങ്ങൾക്ക് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കുകയാണ്, പ്രാധാന്യം കൊടുക്കുകയാണ്. വീടും അപ്പനും അമ്മയും സഹോദരങ്ങളും അവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ്. യഥാർത്ഥത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ഒരു വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോളുക. പരിശുദ്ധ കുർബാന തുടങ്ങി അല്പം അങ്ങോട്ട് മുന്നോട്ട് പോയതേ ഉള്ളൂ. കുർബാന തുടങ്ങി മുന്നോട്ട് പോയി. അപ്പോൾ ആരെങ്കിലും ഒരു മെസ്സേജ് എഴുതി കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണെന്ന് വെച്ചോളുക. അച്ഛൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചെന്ന്. അച്ഛൻ എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും വിളിച്ച് കുർബാന ചൊല്ലാൻ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അടക്കത്തിന് പോകുമോ? ഇല്ല. കുർബാന പൂർത്തിയാക്കി ആ കുർബാനയിൽ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതെ, ഇത് തന്നെയാണ് സമർപ്പിതർക്കും അവരുടെ പ്രധാന ഉത്തരവാദിത്വം. അതിനാണ് ഒന്നാം സ്ഥാനം. ഞാൻ ഓർക്കുകയാണ്, ഒരിടത്ത് ധ്യാനിപ്പിച്ചുകൊണ്ട് 5 ദിവസത്തെ ധ്യാനം
ഒരു കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ഏറ്റെടുത്ത് അവിടെ പോയി ധ്യാനം തുടങ്ങി എന്നെ ഫോൺ വിളിച്ചു. വീട്ടിൽ നിന്ന് ഫോൺ എടുത്തില്ല. ഞാൻ എവിടെയാണെന്ന് അവരറിഞ്ഞില്ല. എൻ്റെ ഫോൺ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ആദ്യത്തെ ടോക്ക് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നില്ല, ചാപ്പലിൽ തന്നെ ഇരുന്നു. രണ്ടാമത്തെ ടോക്ക് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ 10-12 ഫോൺ കോൾ, മിസ് കോൾ. അതുപോലെ പിന്നെ മെസ്സേജ് നോക്കിയപ്പോൾ എൻ്റെ ആൻറ്റി മരിച്ചുപോയി. എൻ്റെ അപ്പൻ്റെ പെങ്ങള്, വളരെ അടുത്ത ബന്ധവും അടുപ്പവും ഉള്ള ഒരു ആൻറ്റി. അടക്കം അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അടക്കത്തിന് ചെല്ലണം എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ അടക്കത്തിന് ഉച്ചയ്ക്ക് ശേഷം എത്തണമെങ്കിൽ ഞാൻ അപ്പോഴവിടുന്ന് ഇറങ്ങണം. 11 മണിക്ക് ടാക്സി വല്ലതും എടുത്തു പോയാൽ. അപ്പോൾ ഇവരുടെ 11:30-ക്കുള്ള ടോക്ക് ആര് കൊടുക്കും? 3 മണിക്കുള്ള ടോക്ക് ആര് കൊടുക്കും? ഈ 2 കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിന് മെസ്സേജ് ഇട്ടു. ഞാൻ മഠത്തിലില്ല, ഞാൻ വേറൊരു സ്ഥലത്താണ്, കുറച്ച് ദൂരെ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞേക്കുക. ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവിടെ കയറി പ്രാർത്ഥിക്കാം എന്ന് പറയേണ്ടി വന്നു. നമ്മുടെ കമ്മിറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പനും അമ്മയും പ്രധാനപ്പെട്ടതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അവരുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവ ശുശ്രൂഷയിൽ മുഴുകണമെന്ന് തന്നെയാണ്. അതെ, ദൈവ ശുശ്രൂഷ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ യേശു ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവർ പിന്തിരിഞ്ഞു നോക്കാൻ ഇടവരരുത് പിന്നെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വച്ച കാലുകൾ പിന്നോട്ടെടുക്കാൻ ഇടവരരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന 3 വിധത്തിലുള്ള ത്യാഗങ്ങളാണ് ഈ 3 ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 9-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ പഠന വിഷയമാക്കിയതാണ്. ഇന്ന് നമ്മൾ 9:51 മുതലാണ് ആരംഭിച്ചത്. 9:51 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം എടുത്തു കാട്ടുന്നത്. ഒന്ന്, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവർ, യേശുവിലേക്ക് യാത്ര ചെയ്യുന്നവർ, ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ സർവരാലും തിരസ്കരിക്കപ്പെടും. തിരസ്കരണം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. രണ്ടാമതായി, ശിഷ്യത്വം വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന കാര്യമാണ്. യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ വഴിയാധാരമാകേണ്ടി വന്നേക്കാം. കുറുനരികൾക്ക് കിട്ടുന്ന മാളം പോലും മനുഷ്യപുത്രനില്ല. അവൻ വഴിയാധാരമായി ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത വിധം ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്ന് ജീവൻ വെടിയുകയായിരുന്നു യേശു. 1 ഇഞ്ച് ഭൂമി പോലും അവന് തലചായ്ക്കാൻ കിട്ടിയില്ല. പ്രിയമുള്ളവരെ, സർവ സമ്പത്തിൻ്റെയും സർവ ലോകത്തിൻ്റെയും അവകാശിയും ഉടമസ്ഥനുമാണ് ഇപ്രകാരം തലചായ്ക്കാൻ ഇടമില്ലാതെ മരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനെ അവൻ്റെ വിളി കേട്ട് അനുഗമിക്കുന്നവർ വഴിയാധാരമാകേണ്ടി വന്നേക്കാം. അതിന് തയ്യാറാകണം. എല്ലാ സുരക്ഷിതത്വങ്ങളും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാനും യാതൊരു സുരക്ഷിതത്വവും പ്രതീക്ഷിക്കാതിരിക്കാനും വഴിയാധാരമാകേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും തയ്യാറാകണം ക്രിസ്തു ശിഷ്യർ. രണ്ടാമതായി, സ്വന്തം പിതാവിനെ, മരിച്ച പിതാവിനെ സംസ്കരിക്കാനുള്ള പുത്രന്റെ കടമ പോലും ഉപേക്ഷിച്ച് കർത്തൃസേവനത്തിനായി തന്നെ സമർപ്പിക്കണം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് സർവപ്രധാനമായിട്ടുള്ളത്.
എന്നാണ് യേശു പറഞ്ഞു വെക്കുന്നത്. അവസാനമായി കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. എപ്പോഴും ദൈവനിശ്ചിത ലക്ഷ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് മുന്നോട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. യേശു ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ നിന്ന് യേശു ഒരിക്കലും പിന്മാറിയിട്ടില്ല. അവന്റെ ദൃഷ്ടി എപ്പോഴും ജെറുസലേമിലായിരുന്നു. ദൈവപിതാവ് ഭരമേൽപ്പിച്ച ആ ലക്ഷ്യത്തിൽ, ദൗത്യത്തിലായിരുന്നു. ഇപ്രകാരം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ക്രിസ്തു ശിഷ്യരും ലക്ഷ്യം കൺമുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് 9-ാം അധ്യായത്തിൽ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ പറയുന്നത്. നമുക്കും നമ്മുടെ ശിഷ്യത്വത്തിന്റെ പാതയിലും വഴിയാധാരമാകേണ്ടി വന്നേക്കാം, സകലരും തിരസ്കരിച്ചെന്ന് വന്നേക്കാം, തലചായ്ക്കാൻ ഇടമില്ലാതെ വന്നേക്കാം, സ്വന്തം പിതാവിനെ സംസ്കരിക്കാൻ പോലും സാധിച്ചില്ലെന്ന് വന്നേക്കാം, മാതാപിതാക്കളോട് പോലും യാത്ര പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ഇതെല്ലാം ശിഷ്യത്വത്തിന്റെ പാതയിൽ ശിഷ്യർ ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങളാണ്. ഈ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യേശുവിന് ലഭിച്ച തിരസ്കരണത്തെയും അതുപോലെ ശിഷ്യൻ അനുഷ്ഠിക്കേണ്ട ത്യാഗത്തെയും കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ 10-ാം അധ്യായത്തിൽ യേശു 72 ശിഷ്യരെ നാനാ ഭാഗങ്ങളിലേക്കായിട്ട് അയക്കുന്നതാണ് പറയുന്നത്. 10-ാം അധ്യായത്തിൽ ഒന്നാമതായി പറയുന്നത്. 10-ാം അധ്യായത്തിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, യേശു 72 പേരെ പ്രേഷിത ദൗത്യവുമായി അയക്കുന്നതാണ്. രണ്ടാമതായിട്ട് മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ടും അനുതപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയാത്ത നഗരങ്ങളെ കുറിച്ചുള്ള ശാപമാണ് കർത്താവ് അറിയിക്കുന്നത്. ഈ അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ രണ്ടാമതായി അവതരിപ്പിക്കുന്ന കാര്യം. മൂന്നാമതായി കർത്താവ് അയച്ച 72 പേരും മടങ്ങി വന്ന് തങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ അവരെ അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം അവർ വന്ന് പറയുന്നത് കേട്ട് യേശു ആത്മാവിൽ ആഹ്ലാദിക്കുന്നു, ആനന്ദിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ കാര്യം. 72 പേർ മടങ്ങിയെത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും അപ്പോൾ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതും. നാലാമതായി നല്ല സമരിയാക്കാരന്റെ ഉപമ. അഞ്ചാമതായി മർത്തയെയും മറിയത്തെയും കുറിച്ചുള്ള വിവരണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് യേശു 72 പേരെ അയക്കുന്നതാണ്. 11 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്കു മുമ്പേ അയച്ചു. മുകളിൽ 9-ാം അധ്യായം 57 മുതൽ 62 വരെ ഉള്ള വാക്യങ്ങളിൽ പറഞ്ഞ 3 പേരും കർത്താവിനെ അനുഗമിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനുശേഷം യേശു 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന ഇടങ്ങളിലേക്കെല്ലാം ഈ 2 പേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു. യേശുവിന് മുമ്പേ വഴിയൊരുക്കുവാനായി അയച്ചു. നമ്മൾ നേരത്തെ കണ്ടു യേശു അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തതും അവരെ പ്രേഷിത ദൗത്യവുമായി അയക്കുന്നതെല്ലാം കണ്ടു. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി 72 പേരെ. ഇത് സുവിശേഷം അറിയിക്കേണ്ട ചുമതലയെക്കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കേണ്ട കടമ എല്ലാവരുടേതും ആണെന്ന് പറയാൻ 12 ശിഷ്യർ മാത്രമല്ല,
ക്രിസ്തു ശിഷ്യരെല്ലാവരും, യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ്. അതോടൊപ്പം ഈ പ്രേക്ഷിത ശുശ്രൂഷ ഭൂമിയുടെ അതിർത്തികൾ വരെ സർവ സൃഷ്ടികളോടും സകല ജനത്തോടും അറിയിക്കേണ്ടതാണ്. പ്രേക്ഷിത ദൗത്യം അല്ലെങ്കിൽ സുവിശേഷം സകലരെയും അറിയിക്കണം. അപ്പൊ സുവിശേഷ ശുശ്രൂഷയുടെ സാർവത്രിക മാനത്തെ എടുത്തു കാട്ടുകയാണ് ഈ 72 പേരെ അയക്കുന്നത്. ആദ്യം ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പ്രത്യേകം അവരെ യഹൂദരുടെ ഇടയിലേക്ക് ആണ് അയച്ചത്. സമരിയായിൽ അയച്ചെങ്കിലും അവിടെ അവർക്ക് സ്വീകാര്യത കിട്ടിയില്ല ആദ്യം. എന്നാൽ ഈ 72 പേര് യേശു പോകേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം യേശുവിന് മുമ്പേ അവരെ അയക്കുകയാണ്. ഭൂമിയുടെ അതിർത്തികൾ വരെ എന്നർത്ഥം. സുവിശേഷ ശുശ്രൂഷയുടെ സാർവത്രിക മാനം. എല്ലാ ക്രിസ്തു ശിഷ്യരും സുവിശേഷ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അതുപോലെ ഈ സുവിശേഷം സകലരിലും എത്തിച്ചേരണം, സകലർക്കും ആവശ്യമാണ്. അതാണ് ഇവിടെ നേരത്തെ 12 അപ്പോസ്തലന്മാരെ പ്രത്യേകം നിയോഗിച്ചയച്ചു. അപ്പോസ്തലന്മാരാകാത്തവരും ചിലരൊക്കെ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ വരുമ്പോൾ ഈ 72 പേർ സുവിശേഷ ശുശ്രൂഷയുടെ സാർവത്രിക മാനത്തെ, അതായത് എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം, സകലരോടും പ്രഘോഷിക്കണം. ഇതാണ് ഞാൻ സുവിശേഷ ശുശ്രൂഷയുടെ സാർവത്രിക മാനമെന്ന് പറഞ്ഞത്. നാം സകലരോടും സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. സകലർക്കും, ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കണമെന്ന്. മാത്രമല്ല, നാം എല്ലാവരും സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നാം സകലരോടും സുവിശേഷം അറിയിക്കണം, ഭൂമിയുടെ അതിർത്തികൾ വരെ. എന്നാൽ അതേസമയം നാം എല്ലാവരും സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്. ഈ സാർവത്രികതയാണ് യേശു 72 പേരെ അയക്കുന്നതിൽ പറയുന്നത്. അവിടെ ഈ സംഭവം ലൂക്ക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 72 പേരെ അയക്കുന്ന വിവരം. എന്നാൽ മറ്റു സുവിശേഷങ്ങളിലും യേശു ശിഷ്യരെ പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നത് പറയുന്നുണ്ട്. 72 എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. തുടർന്ന് യേശു അവർക്ക് നൽകുന്ന പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഈ 2 പേരായി തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിളവധികം, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വിളവ് കൊയ്തെടുക്കാൻ അധികം വേലക്കാരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ, ചെന്നായ്ക്കളുടെ മുന്നിൽ കുഞ്ഞാടുകള് പവർലെസ് ആണ്, അല്ലേ? അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെന്നായ്ക്കളെ ചെറുത്ത് നിൽക്കാൻ കുഞ്ഞാടുകൾക്ക് കഴിയുമോ? ഇല്ല. വലിയ ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിലേക്കാണ് താൻ എടുത്തെറിയപ്പെടാൻ പോകുന്നത് എന്നർത്ഥം. ക്രിസ്തു ശിഷ്യര് ഈ ക്ലേശപൂർണമായ ഒരു ജീവിത പാതയിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പോകുന്ന വഴിക്ക് രക്ഷയുടെ ഈ മാർഗം വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. പിന്നെ മറ്റൊന്ന്, പോകാൻ മുൻകരുതലുകൾ ഒന്നും വേണ്ട. അതാണ് മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ഒന്നും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നോ ആ വീടിന് ആദ്യം രക്ഷയുടെ സമാധാനം, ആ വീടിന് സമാധാനം ആശംസിക്കണമെന്ന് പറഞ്ഞാൽ
രക്ഷയുടെ അനുഭവം. യേശു സഖ്യവൂസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇതുപോലെ നമ്മൾ ആരെ കണ്ടുമുട്ടിയാലും എവിടെ പ്രവേശിച്ചാലും അവിടൊക്കെ ഈ കൃപ, ദൈവാത്മ ചൈതന്യം നിറയണം. കൃപ അല്ലെങ്കിൽ ദൈവാത്മ ചൈതന്യം നിറയണം. ഇവരെന്താണ് ചെയ്യേണ്ടത്? ചെല്ലുന്ന സ്ഥലത്ത് ആദ്യമേ തന്നെ സമാധാനം എന്ന് ആശംസിക്കണം. സമാധാനം ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഷാലോം. ഷാലോം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് നമ്മിൽ നിലനിൽക്കുന്ന സമാധാനമാണ്. എല്ലാവർക്കും സമാധാനം ആശംസിക്കണം. അതുമാത്രം പോരാ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യണം. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുകയും വേണം. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരായി ഞങ്ങൾ തട്ടിക്കളയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുമായി യാതൊരു പകധേയവുമില്ല. അതാണ് ഈ പൊടി തട്ടിക്കളയുന്നത്. ഇവർ സ്വീകരിക്കപ്പെട്ടുമില്ല. തുടർന്ന് 10-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രേക്ഷിതർ അനുഭവിക്കാൻ പോകുന്ന ക്ലേശങ്ങളെക്കുറിച്ചും അതുകൊണ്ട് അവർ മുൻകരുതലുകളോടെ ഇറങ്ങി പുറപ്പെടണമെന്നല്ല, ദൈവാശ്രയത്തോടെ മാത്രം പുറപ്പെടുക. ദൈവാശ്രയത്തോടെ മാത്രം പുറപ്പെട്ടാൽ മതി. മാത്രമല്ല, അവിടെ ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ രക്ഷയുടെ സമാധാനം, യേശുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ സമാധാനം ആശംസിച്ചുകൊണ്ട് വേണം അവിടെ പ്രവേശിക്കാൻ. ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, സമാധാനം അർഹിക്കുന്നവരിൽ. അപ്പൊ ഇവിടെ യേശുവിൽ നിന്ന് സമാധാനം ലഭിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ ശുശ്രൂഷകർ അവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. അത് രക്ഷയുടെ സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആശംസിച്ചാൽ മാത്രം പോരാ, സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. രക്ഷയുടെ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നിടത്ത് സമാധാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനം പ്രദാനം ചെയ്യുന്നത് വചന ശ്രവണത്തിലൂടെയും വചനധ്യാനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും. തുടർന്ന് 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. നിങ്ങൾ ഏത് നഗരത്തിൽ പ്രവേശിച്ചാലും അവർ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് പോരുമ്പോൾ കാലിലെ പൊടി പോലും നിങ്ങൾ തട്ടിക്കളയണം. എന്നെങ്കിലും ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിച്ചുകൊണ്ട് വേണം കടന്നു പോകാൻ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ കടന്നു പോകാൻ. അങ്ങനെ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പോകുന്നവർക്ക് ആ ദിവസം സമാശ്വാസം ലഭിക്കും. ഏത് ദിവസം? കർത്താവ് ന്യായവിധിക്കായി വരുമ്പോൾ. കർത്താവ് പറയാണ്, ആ ന്യായവിധിയുടെ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തെക്കാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്ന നഗരങ്ങളെക്കാൾ സഹനീയമായിരിക്കും. യേശു 2 പ്രദേശങ്ങളെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ശപിക്കുന്നു. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്ത് ചാരം പൂശി പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. യഹൂദർ പശ്ചാത്തപിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പണ്ടേ തന്നെ പശ്ചാത്തപിക്കാൻ കടപ്പെട്ടവരാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ്
ഇവിടെ എടുത്തു പറയുന്നത്. അതുപോലെ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. സോദോം ഗൊമോറ പ്രദേശങ്ങൾ നമുക്കറിയാം, അഗ്നി തടാകങ്ങളായി മാറിയത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നു, സോദോം ഗൊമോറ പ്രദേശങ്ങൾ അഗ്നിയും ഗന്ധകവും ഭക്ഷിച്ച് ആ പ്രദേശം മുഴുവൻ നശിപ്പിച്ചു. അതാണ് സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിനേക്കാൾ അങ്ങ് സഹനീയമായിരിക്കും. കാരണം സോദോംകാര് ദൈവനിഷിദ്ധമായ പ്രവൃത്തികൾ ചെയ്തെങ്കിലും ദൈവത്തെ നേരിട്ടറിഞ്ഞോ? ഇല്ല. ഇവർ ദൈവത്തെ നേരിട്ട് കണ്ടു. ആ നേരിട്ട് കണ്ടതുകൊണ്ട് എക്സ്ക്യൂസ് ഇല്ല. ദൈവവുമായുള്ള ആ കണ്ടുമുട്ടലിന്റെ അനുഭവം നമ്മളെ രക്ഷയുടെ നവയുഗത്തിലേക്ക് യേശുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ എത്തിച്ചേരണം. കർത്താവിന്റെ പ്രേക്ഷിതർ നൽകുന്ന സന്ദേശം സ്വീകരിക്കാതിരിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധി അസഹനീയമാണ്. സോദോമിന്റെ സ്ഥിതി അതിനേക്കാൾ സഹനീയമാണ് എന്നാണ് യേശു പറയുന്നത്. അപ്പൊ സോദോമിന്റെ അവസ്ഥ തന്നെ അസഹനീയമാണ്. പക്ഷെ കർത്താവ് പറയാണ്, സുവിശേഷ സന്ദേശം, യേശുവിന്റെ പ്രേക്ഷിതർ നൽകുന്ന സന്ദേശം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം സ്വീകരിക്കാതിരിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധി അസഹനീയമാണ്. അതിനോട് തുലനം ചെയ്യുമ്പോൾ സോദോമിന്റെ സ്ഥിതി സഹനീയമാണ്, അതിനേക്കാൾ ലഘുവാണെന്ന്. പക്ഷെ അപ്പൊ സോദോമിനേക്കാൾ അസഹനീയമായ അവസ്ഥയിലേക്ക് പോകുക അത്ര വലിയ ശിക്ഷാവിധിയാണ് സുവിശേഷ സന്ദേശം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം തിരസ്കരിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്നതെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഈ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാനസാന്തരപ്പെടാൻ അവസരം നൽകിയിട്ടും മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാത്ത കർത്താവ് ഏറ്റവുമധികം പ്രവർത്തിച്ച 2 നഗരങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചാണ് അടുത്തു പറയുന്നത്. 10-13 മുതലുള്ള വാക്യങ്ങൾ. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്ത് ചാരം പൂശി പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. അപ്പോൾ 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു അയച്ച പ്രേക്ഷിതരുടെ സുവിശേഷ സന്ദേശം സ്വീകരിക്കാത്തവരുടെ മേൽ വരാനിരിക്കുന്ന ഗൗരവമായ ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയുള്ള 2 നഗരങ്ങളെ എടുത്തു പറയുകയാണ്. കൊറാസിൻ, ബെത്സയിദ. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. ഈ 2 പട്ടണങ്ങൾ കർത്താവ് വളരെയേറെ പ്രവർത്തിച്ച സ്ഥലം. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ കഫർനാമിനെ കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഏറ്റവുമധികം ഏറ്റുവാങ്ങിയ സ്ഥലങ്ങൾ. കഫർനാം വളരെയേറെ ഉയർത്തപ്പെട്ടു. അതാണ് കർത്താവ് പറയുന്നത്, കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. എന്തുകൊണ്ട്? മാനസാന്തരപ്പെടാൻ അവസരം നൽകിയിട്ട് അത് സ്വീകരിക്കാത്തതുകൊണ്ട്, തിരസ്കരിച്ചതുകൊണ്ട്. ദൈവരാജ്യത്തിന്റെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരണം. ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകണം. അതിനുള്ള അവസരം നൽകിയിട്ട് അത് സ്വീകരിക്കാതെ തിരസ്കരിച്ച്
ശിക്ഷാവിധി വരുത്തി വെക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ഈ 3 പട്ടണങ്ങളെ കർത്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞു: കൊറാസിൻ, ബെത്സയിദ, കഫർനാം. ഈ പ്രദേശങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നെന്ന്. അവരെക്കാൾ അപ്പോൾ ഈ കർത്താവ് ഏറ്റവുമധികം പ്രവർത്തിച്ച പട്ടണത്തിലെ ജനങ്ങൾ ശിക്ഷാവിധി ഏൽക്കേണ്ടി വരും, ശിക്ഷയ്ക്ക് അർഹരാകും. അതിൽ നിന്ന് അവർക്ക് ഒഴികഴിവില്ല. കാരണം എന്താണ്? മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ നൽകിയിട്ട് അത് സ്വീകരിച്ചില്ല. യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. അവിടുന്ന് അപ്പസ്തോലന്മാരെ അയച്ചു, വീണ്ടും 72 പേരെ അയച്ചു. ഈ സുവിശേഷം സ്വീകരിക്കായികയാൽ അവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് കർത്താവ് വീണ്ടും പറയുന്നത്. കർത്താവ് തൻ്റെ പ്രേക്ഷിതരോട് പറയാണ്, 16-ാം വാക്യം: നിങ്ങളുടെ വാക്കു കേൾക്കുന്നവൻ എൻ്റെ വാക്കു കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. സുവിശേഷ ദൗത്യവുമായി പ്രേക്ഷിതരെ അയച്ചതിന് ശേഷം അവരെ തിരസ്കരിച്ചവരെ കുറിച്ചും അവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും പറഞ്ഞു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഇപ്പോൾ 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു അയച്ച പ്രേക്ഷിതരുടെ സുവിശേഷ സന്ദേശം സ്വീകരിക്കാത്തവരുടെ മേൽ വരാനിരിക്കുന്ന ഗൗരവമായ ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയുള്ള 2 നഗരങ്ങളെ എടുത്തു പറയുകയാണ്: കൊറാസിൻ, ബെത്സയിദ. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. ഈ 2 പട്ടണങ്ങൾ കർത്താവ് വളരെയേറെ പ്രവർത്തിച്ച സ്ഥലം. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ കഫർനാമിനെ കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഏറ്റവുമധികം ഏറ്റുവാങ്ങിയ സ്ഥലങ്ങൾ. കഫർനാം വളരെയേറെ ഉയർത്തപ്പെട്ടു. അതാണ് കർത്താവ് പറയുന്ന: കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. എന്തുകൊണ്ട്? മാനസാന്തരപ്പെടാൻ അവസരം നൽകിയിട്ട് അത് സ്വീകരിക്കാത്തത് കൊണ്ട്, തിരസ്കരിച്ചതുകൊണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരണം. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകണം. അതിനുള്ള അവസരം നൽകിയിട്ട് അത് സ്വീകരിക്കാതെ തിരസ്കരിച്ച് ശിക്ഷാവിധി വരുത്തി വെക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ഈ 3 പട്ടണങ്ങളെ കർത്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞു: കൊറാസിൻ, ബെത്സയിദ, കഫർനാം. ഈ പ്രദേശങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നെന്ന്. അവരെക്കാൾ കർത്താവ് ഏറ്റവുമധികം പ്രവർത്തിച്ച പട്ടണത്തിലെ ജനങ്ങൾ ശിക്ഷാവിധി ഏൽക്കേണ്ടി വരും, ശിക്ഷയ്ക്ക് അർഹരാകും. അതിൽ നിന്ന് അവർക്ക് ഒഴികഴിവില്ല. കാരണം എന്താണ്? മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ നൽകിയിട്ട് അത് സ്വീകരിച്ചില്ല. യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. അവിടുന്ന് അപ്പസ്തോലന്മാരെ അയച്ചു, വീണ്ടും 72 പേരെ അയച്ചു. ഈ സുവിശേഷം സ്വീകരിക്കായികയാൽ അവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് കർത്താവ് വീണ്ടും പറയുന്നത്. ഇവ നമുക്ക് നൽകുന്ന ശിഷ്യത്വ പ്രബോധനങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും ശിഷ്യൻ്റെ ആ ത്യാഗപൂർണമായ ജീവിതം ക്രിസ്തു ശിഷ്യൻ ഏറ്റെടുക്കണം. ഈ ഒരു പാതയിൽ മുന്നേറാൻ ദൈവ ചൈതന്യം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ പരമപിതാവായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ രക്ഷയുടെ സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്കും ഇടവരട്ടെ.
അനുദിനം കർത്താവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലൂടെ ബലിയർപ്പണത്തിലേക്ക് വളരാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.